അമ്മ പത്രിപ്പാലം വീട്ടിൽ പോയിട്ട് ഏകദേശം ഒരു മാസം ആവാനായിട്ടോ. അപ്പോൾ ഒരു മാസമൊക്കെ ഞാൻ പിടിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് എനിക്ക് ചെറുതായിട്ട് അമ്മയെ കാണാൻ തോന്നുട്ടോ. അപ്പോൾ അതേ ഞാനും മക്കളും കൂടെ നേരെ പത്രിപ്പാലം വീട്ടിൽ പോവുകയാണ്. കുറച്ച് സ്നാക്സും പിന്നെ അമ്മയ്ക്ക് ഓട്സ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടുട്ടോ. സാധാരണ കാളികാവ് മങ്കര വഴിയാട്ടോ പോവുക. ഇപ്പം ആ വഴി പോയപ്പോഴേക്കും ഇതേ റോഡ് മൊത്തം അടച്ചിട്ടിരിക്കുകയാണ്. പാലം പണിയാണ് കേട്ടോ, മേൽപ്പാലം വരെയാണ് അവിടെ. അപ്പോൾ അത് ഞാൻ അവിടെ എത്തിയിട്ടാണ് അറിഞ്ഞത്. പിന്നെ നേരെ പറളി വഴിയൊക്കെ ചുറ്റിയിട്ടാട്ടോ വീടെത്തിയത്. വീട്ടിലിതേ പെയിൻറ്റ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു കേട്ടോ. അപ്പം മുളകൊക്കെ ഇങ്ങനെ വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുക കേട്ടോ, മുളക് പൊടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് എൻ്റെ കുഞ്ഞു വീട്ടിലോട്ടാട്ടോ, നമ്മുടെ പഴയ വീട്, ഞങ്ങൾ വളർന്ന വീട്. എത്ര വലിയ വീട് വെച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ജനിച്ച് വളർന്ന വീട് അത് ഭയങ്കര സ്വർഗം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്നു. ഇതാ മക്കൾ രണ്ടാളും അവിടെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വരുന്നത്. അമ്മ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എന്നിട്ട് എന്നെ കുറേ ചീത്തയും പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് പെയിനൊക്കെ നോക്കി തരും കേട്ടോ. അമ്മ ഉണ്ടെങ്കിലാണ് ഈ പണികളൊക്കെ നടക്കുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പെയിൻ നോക്കി തരുന്നത്. പിന്നെ ഇത് വാഴക്കൊല പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേഗം വെട്ടി ആക്കി തരാം കേട്ടോ. കാരണം ഏട്ടൻ വരാനായില്ല. ഏട്ടൻ ഈ പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഏട്ടൻ വന്നാലും ഒരു കൊല എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. അമ്മ വെട്ടിത്തരും. അപ്പോൾ ഞാനും അമ്മയും കൂടെ കൊല ഇങ്ങനെ വെട്ടണം. ചെറിയ കൊല കേട്ടോ, 4-5 ചീർപ്പ് പഴം അങ്ങനെയുള്ളൂ. അപ്പോൾ അതൊക്കെ അമ്മ വെട്ടി ഒക്കെ ചീർപ്പാക്കിയിട്ട് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കൊലയാണെന്ന്. 4-5 ചീർപ്പ് പഴയുള്ളൂ കേട്ടോ. അത് മുഴുവനും അമ്മ വീട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ പഴങ്ങളുണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും മൂത്തിട്ടില്ല. ഇതാണ് അത്യാവശ്യം പെട്ടെന്ന് പഴുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇത് വെട്ടി തന്നത്. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഞാനും അമ്മയും കൂടെ പൊതിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട്. എന്തായാലും ഓണമൊക്കെ അല്ലേ, ഓണം വിഷുന്നൊന്നും ഇല്ല കേട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തായാലും ഒരു ചാക്ക് സാധനങ്ങളായിട്ടായിരിക്കും ഞാൻ പോവുക. പിന്നെ ചേച്ചി ബാങ്കിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുമില്ല. പിന്നെ ഇനിയിപ്പോൾ അവൾ വന്നു കഴിഞ്ഞിട്ടാട്ടോ തിരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വരുന്നതിന് മുന്നേ മേമ പോയി എന്ന് പറഞ്ഞ് മുഖം വിൽക്കേ. അപ്പോൾ അതാ പമ്മക്കുട്ടിയൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ അമ്മയുടെ ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നേരെ വന്നു കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.